ഹായ് എല്ലാവർക്കും ടെക്ടൈൻ്റെ യൂട്യൂബ് കറണ്ട് അഫയർ സെക്ഷനിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് 2026-2027 കേരള സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഈ വർഷത്തെ തന്നെ രണ്ടാമത്തെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട പ്രധാന ആനുകാലിക കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമുക്ക് ഇനി വരുന്ന PSC എക്സാമുകൾക്ക് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് ചേർത്തിട്ടുള്ളത്. നമുക്ക് മുമ്പിൽ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നമുക്കറിയാം 2026-2027 നമ്മളെ രണ്ടാമത്തെ ബഡ്ജറ്റും കൂടിയാണ് ഈ വർഷം അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ ബഡ്ജറ്റാണ്. കാര്യം സർക്കാർ മാറി പുതിയൊരു സർക്കാർ വന്നതിന് ശേഷം തുടങ്ങുന്ന ആദ്യ ബഡ്ജറ്റ് കൂടിയാണ്. അപ്പോൾ 16ാം കേരള നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റാണ് ഇപ്പോൾ 2026 ജൂൺ മാസം 19ാം തീയതി അവതരിപ്പിച്ചു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചുകൊടുക്കാം. അപ്പോൾ 16ാം കേരള നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റാണ്. ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന VD സതീശനാണ്. എന്തുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി VD സതീശൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നൊരു തോന്നലൊന്നും നമുക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ അദ്ദേഹം എന്ത് വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്, ധനകാര്യ വകുപ്പും കൂടി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും കൂടിയാണ് VD സതീശൻ എന്നുള്ളത്, അല്ലെ? അപ്പോൾ കേരളത്തിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. നിലവിൽ ആരാണ് കേരളത്തിൽ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്, അത് VD സതീശനാണ്, അല്ലെ? അവതരിപ്പിച്ചത് VD സതീശൻ, അല്ലെ? പറവൂർ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച ഒരു വ്യക്തിയും കൂടിയാണ് VD സതീശൻ. ഇനി ഒരു കാര്യം ഒന്ന് നോക്കി വെച്ചോളൂ, ആ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് VD സതീശൻ എന്നുള്ളതൊന്ന് നോക്കി വെച്ചോളുക. അപ്പോൾ പറവൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വ്യക്തിയും കൂടിയാണ് VD സതീശൻ എന്നുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നു. 16ാമത് കേരള നിയമസഭയിലെ ആദ്യ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്യുന്ന VD സതീശനാണ്. 2026 ജൂൺ മാസം 19ാം തീയതിയായിരുന്നു ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നു. നോക്കിയേ, മുഖ്യമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ് VD സതീശൻ എന്ന് പറയുന്നത്, അല്ലെ? മുഖ്യമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയാണ്, അല്ലെ? മുഖ്യമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് R ശങ്കർ. രണ്ടാമത്തെ വ്യക്തി EK നയനാർ. മൂന്നാമത്തെ വ്യക്തി ഉമ്മൻചാണ്ടി. 4ാമത്തെ വ്യക്തിയാണ് VD സതീശൻ, അല്ലേ? അപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന 4ാമത്തെ വ്യക്തിയും കൂടിയാണ് ആര്, VD സതീശൻ എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. നോക്കിക്കോ, ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച വ്യക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കന്റോൺമെന്റ് ഹൗസിൽ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി. നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി അറിയപ്പെടുന്ന പേര് ക്ലിഫ് ഹൗസ് എന്ന പേരിലാണ്. ക്ലിഫ് ഹൗസിൽ പണി നടക്കുന്നുണ്ട്. നിലവിൽ VD സതീശൻ എവിടെയുണ്ട്? കന്റോൺമെന്റ് ഹൗസിലാണ്. അത് ഈ പ്രാവശ്യം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വേണ്ടി വന്ന സ്ഥലം കന്റോൺമെന്റ് ഹൗസിൻ കൂടിയായിരുന്നു. അപ്പൊ അവിടെ നിന്നും ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്, അത് VD സതീശനാണ്. ഒന്ന് നോക്കി വെച്ചോളുക, ഈ ഒരു ചോദ്യം ഒന്ന് നോക്കി വെച്ചോളുക, നമ്മളോട് PSC ചോദിക്കാം. ഇനി ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ പ്രമേയവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം നോക്കൂ. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റ് അത് റിവൈസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റ് എന്നുള്ളതാണ്, അല്ലെ? നമുക്കറിയാം 2026 ആദ്യ ബഡ്ജറ്റ് ഫെബ്രുവരിയിൽ LDF ഗവൺമെന്റിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിക്കുകയും 2026 ജൂൺ ആയപ്പോഴേക്കും UDF ഗവൺമെന്റ് വന്നു, അല്ലെ? അപ്പോഴേക്കും UDF ഗവൺമെന്റിന്റെ മറ്റൊരു ബഡ്ജറ്റ് വന്നു. ഒരു വർഷം തന്നെ 2 ബഡ്ജറ്റാണ്, അല്ലെ? അപ്പോൾ ഈ ബഡ്ജറ്റിൽ നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു വാക്കാണ് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നുള്ളതാണ്, അല്ലെ? എന്താണ് നമുക്ക് റിവൈസ്ഡ് ബഡ്ജറ്റ് എന്നുള്ളതാണ്? ഒന്ന് നോക്കിക്കോ. സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് എസ്റ്റിമേറ്റുകളിൽ പിന്നീട് വരുന്ന സാമ്പത്തിക സാഹചര്യങ്ങൾക്കും മാറ്റങ്ങൾക്കും അനുസരിച്ച് വരുത്തുന്ന മാറ്റങ്ങളെയും ക്രമീകരണങ്ങളെയും റിവൈസ്ഡ് ബഡ്ജറ്റ് അല്ലെങ്കിൽ പുതുക്കിയ ബഡ്ജറ്റ് എന്ന് എന്ത് ചെയ്യുന്നു, വിശേഷിപ്പിക്കുന്നു. ഒന്നുമില്ല, ആദ്യം ഒരു ടീം ബഡ്ജറ്റ് അവതരിപ്പിച്ചു, ശേഷം അതേ വർഷം തന്നെ മറ്റൊരു ടീം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളുക. ഇനി ഈ ബഡ്ജറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിന്റെ പ്രമേയം എന്ത് എന്നുള്ളതാണ്, അല്ലെ? 2026 സംസ്ഥാന ബഡ്ജറ്റിന്റെ പ്രധാന പ്രമേയം ചോദിക്കുകയാണെങ്കിൽ സഹാനുഭൂതിയോടെയുള്ള സദ്ഭരണം എന്നുള്ളതാണ്. ഗുഡ് ഗവർണേഴ്സ് വിത്ത് എംപത്തി എന്നുള്ളതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ പ്രമേയം. നോട്ട് ചെയ്ത് വെച്ചോ ഇപ്രാവശ്യത്തെ പ്രമേയം. ഒപ്പം കേരളത്തിലെ സമഗ്രമായ സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനവും ലക്ഷ്യമിട്ട് പുതുയുഗ കേരളം അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാന ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പുതുയുഗ കേരളം അടിസ്ഥാനമാക്കിയാണ്
സംസ്ഥാന ബജറ്റ് എന്ത് ചെയ്യുന്നത് അവതരിപ്പിച്ചിരിക്കുന്നു. പക്ഷെ നമുക്കൊരു പ്രധാനം ഇപ്രാവശ്യത്തെ പ്രമേയം തന്നെയാണ്. എന്താണ് നമ്മുടെ പ്രമേയം എന്ന് ചോദിച്ചാൽ സഹാനുഭൂതിയോടെയുള്ള സദ്ഭരണമാണ് പ്രമേയം. അപ്പൊ ഈ പ്രാവശ്യ ബജറ്റിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കണ്ടേ? ശരി, നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ നോക്കേണ്ടത് മിഷൻ സമുദ്ര പദ്ധതി. ആ വാക്കി തന്നെ നമുക്ക് കിട്ടണം, മിഷൻ സമുദ്ര പദ്ധതി അല്ലെ. കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ കേരളത്തിന്റെ സ്ഥാനം ലോക മാരിടൈം ഭൂപടത്തിൽ രേഖപ്പെടുത്താനുള്ള സമഗ്ര പദ്ധതിയാണ് മിഷൻ സമുദ്ര പദ്ധതി. മിഷൻ സമുദ്ര പദ്ധതിക്കായി 400 കോടി രൂപയായിരുന്നു സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നു. 400 കോടി രൂപയാണ്. അത് മാത്രമല്ല, കേരളത്തിന് 600 കിലോമീറ്റർ തീരദേശം, ഒപ്പം 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ. നമുക്കറിയാം, നമുക്ക് 2 അന്താരാഷ്ട്ര പ്രധാന തുറമുഖങ്ങളുണ്ട്. അതിലൊന്ന് കൊച്ചി, ഇപ്പോൾ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ വിഴിഞ്ഞം. അങ്ങനെ 2 അന്താരാഷ്ട്ര പ്രധാന തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, ഒപ്പം 17 നോൺ മേജർ തുറമുഖങ്ങൾ. ഇവയ്ക്കെല്ലാം കൂടിയാണ് നമ്മൾ ഇന്ന് നടപ്പിലാക്കിയിരിക്കുന്നു മിഷൻ സമുദ്ര പദ്ധതി നടപ്പിലാക്കുന്നു. ഈ മിഷൻ സമുദ്ര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നോക്കൂ, 4 പ്രധാന തുറമുഖങ്ങളായിരിക്കുന്ന അല്ലെ, നമുക്കറിയാം അതിലൊന്ന് വിഴിഞ്ഞം അല്ലെ, വിഴിഞ്ഞം കോവളം തുറമുഖം. നമുക്ക് വിഴിഞ്ഞം തുറമുഖം എന്ന് എടുക്കാം അല്ലെ. രണ്ടാമത്തത് കൊല്ലം, കോഴിക്കോടിലെ ബേപ്പൂർ, കണ്ണൂരിലെ അഴീക്കൽ എന്നീ 4 പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ വികസനത്തിനായും എന്ത് ചെയ്യുന്നു, ഈ മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു. ഈ നോട്ട് ചെയ്ത് വരച്ചിരിക്കുന്ന ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇനി ഇതാ നോക്കിക്കോ, വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനും ഗതാഗത ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ട് ദാവോന്നു ബാലരാമപുരം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ അല്ലേ. കേന്ദ്ര സർക്കാരും ബാലരാമം വിഴിഞ്ഞം ഭൂഗർഭ റെയിലുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരോടൊപ്പം സഹകരിച്ച് ബാലരാമം വിഴിഞ്ഞം ഭൂഗർഭ റെയിൽ വരുന്നു. അതോടൊപ്പം വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് റോഡ് പ്രവർത്തനത്തിന്റെ മേൽനോട്ടവും തുടങ്ങുന്നു എന്നതാണ് അല്ലെ. വിഴിഞ്ഞം നാവായിക്കുളം ഔട്ടർ റിംഗ് എന്നിവയുടെ പ്രവർത്തനം അല്ലെ. വിഴിഞ്ഞം നാവായിക്കുളം ഒന്ന് പറയട്ടെ, NH 866 ആണ്. കേരളത്തിൽ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന നാഷണൽ ഹൈവേയും കൂടിയാണ് NH 866 ബന്ധിപ്പിക്കുന്നത് വിഴിഞ്ഞം ടു നാവായിക്കുളം. അവയുടെ പ്രവർത്തനത്തെ പറ്റി നമ്മളോട് ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞില്ല, ദേ നോക്കൂ, പൂന്തുറയിൽ പുതിയ ഫിഷിംഗ് ഹാർബറും അതോടൊപ്പം പൂന്തുറ ഇടയാർ പാലവും. നമുക്ക് ഇതിൽ പ്രധാനം പൂന്തുറയിൽ പുതിയ ഫിഷിംഗ് ഹാർബറാണ് അല്ലെ. പൂന്തുറ എവിടെയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് തിരുവനന്തപുരം ജില്ലയിലാണ്. പൂന്തുറയിൽ പുതിയ ഫിഷിംഗ് ഹാർബറും അതോടൊപ്പം പൂന്തുറ ഇടയാർ പാലവും എന്ത് ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കാനുള്ള പരിപാടികൾ ഇട്ടിട്ടുണ്ട് ഈ ബഡ്ജറ്റിൽ എന്നുള്ളതാണ്. ഈ ബഡ്ജറ്റിൽ ഇനി നമുക്കറിയേണ്ട അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു പദ്ധതിയാണ്, ഗ്രീൻ മാർഷൽ പദ്ധതി. താഴെ തന്നിരിക്കുന്ന ഗ്രീൻ മാർഷൽ പദ്ധതി ആർക്കാണ്, അല്ലെങ്കിൽ ഈ നമ്മളോട് ഈ ചോദ്യം തന്നതിന് ശേഷം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ചോദിക്കാം. എന്താണ് ഗ്രീൻ മാർഷൽ പദ്ധതി എന്നുള്ളതാണ്. കേരള ടൂറിസം മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ഗ്രീൻ മാർഷൽ പദ്ധതി. അപ്പോ കേരള ടൂറിസം മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുവാനും ഒപ്പം നമ്മൾ നോക്കിക്കോ, വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിനുമായിട്ട് നമ്മൾ ഈ ബജറ്റിൽ നടപ്പിലാക്കിയിരിക്കുന്ന ബജറ്റാണ് ഗ്രീൻ മാർഷൽ പദ്ധതി അല്ലെ. നമ്മൾക്കറിയാം, വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ അല്ലെ പോപ്കോൺ, ഐസ്ക്രീം, പ്ലാസ്റ്റിക്കുമായി റിലേറ്റ് ചെയ്ത് എന്തൊക്കെയെങ്കിലൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടായിരിക്കും. പോകുന്ന വഴി ചെറിഞ്ഞിട്ട് പോകുന്നവരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനു വെറുതെ മറ്റുള്ളവർ പറയും, നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ ആ പരിപാടി ഇനി നടക്കത്തില്ല. അങ്ങനെ ഗ്രീൻ മാർഷൽ പദ്ധതി ഇതാ കൊണ്ടുവന്നിരിക്കുന്നു. ഗ്രീൻ മാർഷൽ പദ്ധതി ഒപ്പം ടൂറിസം മേഖലയിൽ സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, അത് മറക്കരുത് എന്നുള്ളതാണ്. ഒപ്പം എന്താ നോക്കിക്കോളൂ, കൊച്ചി തൃശൂർ സ്വർണ്ണാഭരണ നിർമ്മാണ ഇടനാഴി വന്നിരിക്കുന്നു അല്ലെ. കൊച്ചി തൃശൂർ ഗോൾഡ് ജുവലറി മാനുഫാക്ചറിംഗ് കോറിഡോർ വന്നിരിക്കുകയാണ്. കേരളത്തെ ആഗോളതലത്തിൽ സ്വർണ്ണാഭരണ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമാക്കുവാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കൊച്ചി തൃശൂർ സ്വർണ്ണാഭരണ നിർമ്മാണ പദ്ധതി, അതിന്റെ ഇടനാഴി അല്ലെ. സോ നല്ലൊരു ചോദ്യമാണ്. അല്ലെങ്കിൽ നമ്മളോട് ഈ ചോദ്യം വരേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൽ അല്ലെ സ്വർണ്ണാഭരണ നിർമ്മാണത്തിന്റെ പ്രധാന കേന്ദ്രമാക്കുവാൻ 2026-2027
ധനമന്ത്രി അവതരിപ്പിച്ച പദ്ധതി എവിടം മുതൽ എവിടം വരെ ബന്ധിപ്പിച്ചാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചി ടു തൃശ്ശൂരാണ്. കൊച്ചി ടു തൃശ്ശൂർ സ്വർണ്ണാഭരണ നിർമ്മാണ ഇടനാഴി കൊണ്ടുവരാനായിട്ട് ബഡ്ജറ്റിൽ പ്രതിപാദിക്കുന്നു എന്നുള്ളതാണ്. ദേ നോക്കിക്കേ അടുത്ത ചോദ്യം. വൺ കേരള കരുതൽ മിഷൻ. വൺ കേരള കരുതൽ മിഷൻ ഈ ബഡ്ജറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും കൂടിയാണ് വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ നേടുന്നവർക്കും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിർധരരായ കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് വൺ കേരള കരുതൽ മിഷൻ അല്ലെ. ഒന്ന്, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്ക് അല്ലെ, ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്ന പാവപ്പെട്ടവർക്ക് ഒരു പക്ഷേ അല്ലെ ഒരു പരിധിയൊക്കെ കഴിയുമ്പോൾ അവരുടെ കയ്യിൽ പണമൊക്കെ തീർന്നു പോകും. അതേപോലെ തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഇവർക്കെല്ലാം കൂടി ഈ പല സ്ഥാപനങ്ങളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും അല്ലെ അവർ ഈ നൽകുന്ന സംഭാവനകളെല്ലാം സ്വീകരിച്ച് അതാത് കരങ്ങളിൽ എത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് വൺ കേരള കരുതൽ മിഷൻ എന്ന് പറയുന്ന ഒരു പദ്ധതി. അപ്പോൾ വൺ കേരള കരുതൽ മിഷൻ പദ്ധതി ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഒന്ന് ഗുരുതര രോഗങ്ങൾക്ക് ചികിത്സ തേടുന്നവർക്കും മറ്റ് കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുമായിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് വൺ കേരള കരുതൽ മിഷൻ പദ്ധതി. അതോടൊപ്പം നമുക്ക് ആരോഗ്യ മേഖലയിൽ ഇപ്രാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. ഈ കേരള ബഡ്ജറ്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി. ക്വസ്റ്റ്യൻ ചോദിക്കും PSC, യാതൊരു സംശയം വേണ്ട, നോക്കി വെച്ചോളുക. അങ്ങനെ കേരളത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സാ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി മുൻ ഏത് മുഖ്യമന്ത്രിയുടെ പേരിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതാണ് നോക്കി വെച്ചോളുക, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നോക്കി വെച്ചോളുക. സോ ഈ പദ്ധതിയൊക്കെ നമ്മളോട് ചോദിക്കും. എത്ര ലക്ഷം രൂപയാണ് പ്രതിവർഷം എന്ന് ചോദിക്കുകയാണെങ്കിൽ 25 ലക്ഷം രൂപയാണ്. നോക്കി വെച്ചോളേടാ, തെറ്റരുത്. അതാ നോക്കിക്കോ. അടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഇൻവെസ്റ്റ് കേരളം സെൽ. ഇൻവെസ്റ്റ് കേരളം സെൽ ആ വാക്കി തന്നെ നമുക്ക് സാധനങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടാണ് അല്ലെ. സംസ്ഥാനത്ത് വ്യവസായങ്ങളും നിക്ഷേപങ്ങളും ആകർഷിക്കുന്നതിനും സംരംഭകർക്ക് സഹായം നൽകുന്നതിനുമായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ ഏകജാല സംവിധാനം അല്ലെ. സോ നിങ്ങൾക്ക് ഇനി ഒരു പുതിയൊരു സംരംഭം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ വിദേശത്തുള്ള ഒരു വ്യക്തിക്ക് കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ ആരംഭിച്ച പുതിയൊരു ഏകജാല സംവിധാനം അറിയപ്പെടുന്ന പേരാണ് ഇൻവെസ്റ്റ് കേരളം സെൽ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ് കേരളം സെല്ല് അത് വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പദ്ധതിയും കൂടിയാണ്. അതോടൊപ്പം വ്യവസായ മേഖലയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് 2026-27 കേരള ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ്. കേരളത്തിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് വരാൻ പോകുന്നത് എവിടെയെന്ന് ചോദിക്കണമെങ്കിൽ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ്. അങ്ങനെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് വരാൻ പോകുന്നു. എവിടെയാണ്? എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂര്. പെരുമ്പാവൂരുകാർക്കൊക്കെ അറിയാൻ പറ്റും. എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലൊക്കെ ഒട്ടനവധി അല്ലെ ഫർണിച്ചർ പരിപാടി കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നതാണ്. അങ്ങനെ കേരളത്തിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് വരാൻ പോകുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരാണ്. ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നു. കഴിഞ്ഞില്ല. ഗ്ലോബൽ വാച്ച് ടവർ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെ, ജെൻസി ടീമിന് അല്ലെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് ഗ്ലോബൽ വാച്ച് ടവർ എന്നുള്ളതാണ് ആഗോള തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനതല മിഷനാണ്. ആഗോള തൊഴിൽ മേഖലകൾക്ക് അനുസൃതമായി കേരളത്തിലെ യുവജനങ്ങളെ സജ്ജരാക്കാൻ ബഡ്ജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു സംസ്ഥാനതല മിഷനാണ് ഗ്ലോബൽ വാച്ച് ടവർ പദ്ധതി. യുവാക്കൾക്ക് വേണ്ടിയിട്ടാണ്, യുവജനങ്ങൾക്ക് വേണ്ടി 2026 16ാം കേരള നിയമസഭാ മന്ത്രിസഭയിൽ അവതരിപ്പിച്ചിരിക്കുന്ന ബഡ്ജറ്റിൽ ഗ്ലോബൽ വാച്ച് ടവർ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നു. അത് ഏത് ജനങ്ങൾക്കാണ് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യുക എന്ന് ചോദിച്ചാൽ യുവജനങ്ങൾക്കാണ്. ഒപ്പം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നു, കേരളത്തിലെ ടൂറിസം മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കും.
അല്ലെ? കേരള ടൂറിസം മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിൽ. അതും നോട്ട് ചെയ്തു വയ്ക്കുക. മറ്റൊന്ന് കേരള നോളജ് വാലി പദ്ധതി, മറ്റൊരു ഇമ്പോർട്ടന്റ് പദ്ധതിയും കൂടിയാണ് കേരള നോളജ് വാലി പദ്ധതി എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടന്റ് പദ്ധതിയാണ്. ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, യാതൊരു സംശയം വേണ്ട. പദ്ധതി നോക്കിക്കോ. കേരളത്തെ ആഗോള വിദ്യാഭ്യാസ ഗവേഷണ ഹബ്ബാക്കി മാറ്റാനും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനം വിട്ടു പോകുന്നത് തടയാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ്. നമുക്കറിയാം, ചില റിപ്പോർട്ടുകളിൽ ഒട്ടനവധി യുവാക്കളും യുവതികളെല്ലാം കേരളം വിട്ട് മറ്റു രാജ്യങ്ങളിൽ പോയി ഉന്നത വിദ്യാഭ്യാസത്തോടൊപ്പം അവർ ജോലിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അങ്ങനെ കേരളം വിട്ടു പോകാതിരിക്കാൻ യുവജനങ്ങളെ ഇവിടെ തന്നെ കേരളത്തിൽ സെറ്റാക്കി ആ ഉന്നത വിദ്യാഭ്യാസങ്ങളെല്ലാം ഉറപ്പുവരുത്താനായിട്ട് ഈ ബജറ്റിൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കേരള നോളജ് വാലി പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ ആഗോള വിദ്യാഭ്യാസ ഗവേഷണ ഹബ്ബാക്കി മാറ്റാനും ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ സംസ്ഥാനം വിട്ടുപോകുന്നത് തടയാനും ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കേരള നോളജ് വാലി പദ്ധതി. ഇന്ന നോട്ട് കാര്യങ്ങൾ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഒന്നുകൂടി നന്നായിട്ട് റിവൈസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ബഡ്ജറ്റിൽ പ്രതിപാദിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും നമ്മളോട് ചോദിക്കുന്നതാണ്. കേരള നോളജ് വാലി പദ്ധതിയൊക്കെ നമ്മളോട് തീർച്ചയായിട്ടും ചോദിക്കും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ചെമ്പർ. ജവഹർലാൽ നെഹ്റു നെഹ്റുവിന്റെ ജന്മദിനം കൂടിയാണ് നമ്മൾ ശിശുദിനമായിട്ട് ആചരിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പൊ ശിശുദിനം അല്ലെ, ശിശുക്കൾക്ക് വേണ്ടി എന്ന് ചിന്തിക്കാം. നോക്കിക്കോ, വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയമായ അവബോധം വളർത്തുന്നതിനും കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബാക്കി മാറ്റുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി അല്ലേ? വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ അവബോധം വളർത്തണം അല്ലെ? നമുക്കിനി അറിയാം, നമ്മൾ ഇനി ജീവിക്കാൻ പോകുന്ന എല്ലാം ഒരു യുഗത്തിലായിരിക്കും. അങ്ങനെ വിദ്യാർത്ഥികളിൽ ശാസ്ത്രീയ അവബോധം സൃഷ്ടിക്കുന്നതിന് കേരളത്തെ ഒരു ആഗോള വിജ്ഞാന ഹബ്ബാക്കി മാറ്റുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ചെമ്പർ എന്ന് പറയുന്നൊരു പദ്ധതി. നോക്കി വെച്ചോളുക, പഠിച്ചു വെച്ചോളുക. PSC ചോദിക്കും ജവഹർലാൽ നെഹ്റു സെന്റർ ഫോർ സയന്റിഫിക് ചെമ്പർ പദ്ധതി. കഴിഞ്ഞില്ല, ഇതാ നോക്കിക്കോ, വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനിയസ് നോളജ് സോൺ അല്ലെ? വയനാടിനെ എന്ത് ചെയ്യുന്നു? വയനാട്ടിലെ വിദ്യാർത്ഥികൾക്കായിട്ട്, വയനാട്ടിലെ ഗോത്രവർഗക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനും ഉന്നത വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ട് ഈ സ്വപ്ന പദ്ധതി നടപ്പിലാക്കാൻ പോവുകയാണ്. സോ അങ്ങനെ വയനാട്ടിൽ ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി കൊണ്ടുവരാനായിട്ട് തീരുമാനമായിരിക്കുന്നു. 2026-2027 കേരള ബഡ്ജറ്റിൽ വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി ആൻഡ് ഇൻഡിജിനിയസ് നോളജ് സോൺ കൊണ്ടുവരാൻ എന്ത് ചെയ്യുന്നു, പോകുന്നു. അതിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് ഗോത്രവർഗക്കാരായ വിദ്യാർത്ഥികളുടെ ഉന്നമനവും ഒപ്പം ഉന്നത വിദ്യാഭ്യാസവും ലക്ഷ്യമിട്ടാണ് കേരള സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കുന്നു. കഴിഞ്ഞില്ല, ദേ നോക്കിക്കേ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പിടിച്ചുലക്കിയ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു 2024 ഫെബ്രുവരിയിൽ വയനാട്ടിലെ പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞൊരു വ്യക്തി ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത് അല്ലെ? റാഗിങ്ങിനെ തുടർന്ന് തൂങ്ങി മരിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ സിദ്ധാർത്ഥിന്റെ പേരിൽ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് കൊണ്ടുവരാൻ പോവുകയാണ്. ആ ആപ്പുമായി ബന്ധപ്പെട്ട് നോക്കിക്കോ, സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ റാഗിങ്ങും ആക്രമണങ്ങളും തടയാനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച സുരക്ഷാ സംവിധാനമാണ്. അപ്പോൾ സംസ്ഥാന ക്യാമ്പസുകളിലെ റാഗിങ്ങും അക്രമങ്ങളും തടയാനായിട്ട് കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു സുരക്ഷാ സംവിധാനം ചോദിക്കുകയാണെങ്കിൽ അത് ആരുടെ പേരിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ സിദ്ധാർത്ഥന്റെ പേരിലാണ്. സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് ആണ് കേരള സർക്കാർ ഈ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു ആക്ടും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. നോക്കൂ, ആക്ട് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട് നടത്തിയിരിക്കുന്നു അല്ലെ? സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട്. എന്താണ് ആക്ടിന്റെ പ്രത്യേകത എന്നുള്ളതാണ്. ദാ നോക്കിക്കോ, കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിങ്ങും അക്രമങ്ങളും തടയുന്നതിനും
വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു നിയമമാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു പുതിയ നിയമമാണ് സിദ്ധാർത്ഥൻ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻസ് വെൽഫെയർ ആക്ട് എന്ന് പറയുന്നത്. രണ്ട് നോക്കി വെച്ചോളുക. ആരുടെ പേര് അല്ലെങ്കിൽ ആരുടെ സ്മരണാർത്ഥമാണ് ഇത് നൽകിയെന്ന് ചോദിച്ചാൽ അത് സിദ്ധാർത്ഥന്റെ പേരിലാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞില്ല, വീണ്ടും നമ്മൾ ഇതാ മുന്നോട്ട് പ്രവേശിക്കുന്നു. മകൾക്കൊപ്പം പദ്ധതി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, മകൾ അല്ലേ, സ്ത്രീകളുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പദ്ധതിയാണ് മകൾക്കൊപ്പം പദ്ധതി അല്ലെ. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, കുട്ടീസ് അല്ലെ, അങ്ങനെ അവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കേരള സർക്കാർ പദ്ധതിയാണ് മകൾക്കൊപ്പം പദ്ധതി. അതേപോലെ നോക്കി വെച്ചോളുക, കൃഷി സഖി പദ്ധതി. കൃഷി സഖി പദ്ധതി ഇപ്രാവശ്യം കേരള ബജറ്റിൽ കാർഷിക മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. കൃഷി നീക്കം തന്നെ അറിയാം, കൃഷി സഖി വനിതകൾക്കാണല്ലോ നമ്മൾ അങ്ങനെ പറയല്ലേ, സഖി അല്ലെ. അപ്പൊ കൃഷി സഖി പദ്ധതി കേരള ബജറ്റിൽ കാർഷിക മേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായി പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ പദ്ധതിയാണ് കൃഷി സഖി പദ്ധതി. നമുക്കറിയാം, നിലവിൽ ആരാണ് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ടി സിദ്ദിഖാണ്. നിലവിൽ നമുക്ക് കൃഷി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ടി സിദ്ദിഖാണ്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പൊ ഇവിടെ രണ്ട് പദ്ധതികളാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന് മകൾക്കൊപ്പം പദ്ധതി, മറ്റൊന്ന് കൃഷി സഖി പദ്ധതി. കഴിഞ്ഞില്ല, മുന്നോട്ട് പോകുന്നു അല്ലെ. നികുതി കുറച്ചിരിക്കുകയാണ് അല്ലെ. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വില കുറയും എന്നുള്ളതായിരുന്നു. 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി നിലവിൽ 5% എത്ര ശതമാനമായി? 3%. എത്ര വരെ? 10 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 5% 3% കുറച്ചിരിക്കുന്നു. ഇനി 15 മുതൽ 20 ലക്ഷം വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ റോഡ് നികുതി 8% അതെത്രയാക്കി? 5% കുറച്ചിരിക്കുന്നു. 10% എത്ര ശതമാനമാക്കി നമ്മൾ കുറച്ചു? 5%. 10 ലക്ഷം രൂപയുടെ 5% നമ്മൾ എത്ര ശതമാനമാക്കി? 3%. 15 ലക്ഷം രൂപ മുതൽ 20 ലക്ഷം രൂപ വരെയുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി 8% എത്ര ശതമാനമാക്കി കുറച്ചു? അത് 5% കുറച്ചിരിക്കുന്നു. നോട്ട് ചെയ്ത് വെച്ചോളനെ. ദാ നോക്കിക്കോ, ഈ ബജറ്റിൽ നമ്മൾ 3 ജില്ലകളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പ്രധാന പദ്ധതികളായിരുന്നു അല്ലെ. ആ പ്രധാന പദ്ധതികളിൽ ഒരു പ്രധാന തീം കൊടുത്തിരിക്കുന്നു, ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി എന്നുള്ളതാണ് അല്ലെ. ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി, സൗത്തേൺ കേരള എക്കണോമിക് കോറിഡോർ. ഒന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളെ പ്രത്യേക സാമ്പത്തിക മേഖലയായി വികസിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അല്ലെ. കടലും അനുബന്ധ വിഭവങ്ങളും പ്രയോജനപ്പെടുത്തി സുസ്ഥിര വികസനം ലക്ഷ്യമിടുന്ന ബ്ലൂ എക്കോണമി പദ്ധതിയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ബ്ലൂ എക്കോണമി പദ്ധതി. അതിൽ ഏതൊക്കെ ജില്ലകളുണ്ട്? തിരുവനന്തപുരമുണ്ട്, കൊല്ലമുണ്ട്, ആലപ്പുഴയുണ്ട്. അതിൽ തിരുവനന്തപുരം ജില്ലയെ ഏതൊക്കെ മേഖലയിലോട്ട് കൊണ്ടുപോകുന്നു? കൊല്ലം ജില്ലയിലെ ഏതൊക്കെ മേഖലയിലോട്ട് കൊണ്ടുപോകുന്നു? ആലപ്പുഴ ജില്ലയെ ഏതൊക്കെ മേഖലയിലോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യം കൊണ്ട് നമുക്ക് നോക്കിയിട്ട് പോകാം. എന്താ നോക്കിക്കോ, തിരുവനന്തപുരത്തെ അതിൽ നോളജ് സ്പേസ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക തിരുവനന്തപുരം ജില്ലയെ. അതിൽ നമുക്ക് നോക്കിയോ, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്നു. ബഹിരാകാശ സാങ്കേതിക വിദ്യ അല്ലേ, വിജ്ഞാനാധിഷ്ഠിത വ്യവസായങ്ങൾ എന്നിവയ്ക്ക് നമ്മൾ മുൻഗണന നൽകുന്നു. ഏതിലാണ് പദ്ധതി? ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതിയിലാണ്. ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ അല്ലെ. തിരുവനന്തപുരം ജില്ലയെ നോളജ് ആൻഡ് സ്പേസ് ടെക്നോളജി ഹബ്ബാക്കി മാറ്റുക. ഇനി 2 ജില്ലയും കൂടിയില്ലേ, ഏതൊക്കെയാണ്? കൊല്ലമുണ്ട്, ആലപ്പുഴ. കൊല്ലം ജില്ലയിലെ അല്ലെ, ഇതാ നോക്കൂ, ധാതു സമ്പദ് കേന്ദ്രമാക്കി കൊണ്ടുവരിക കൊല്ലം ജില്ലയിലെ അല്ലെ. അപൂർവ ധാതുക്കളുടെയും അവയുടെ സംസ്കരണത്തിന്റെയും കേന്ദ്രമായിട്ട് എന്തായിട്ട് മാറുന്നു? കൊല്ലം ജില്ല മാറുന്നു അല്ലെ. ഏറെ ധാതു സമ്പദ് കേന്ദ്രമായിട്ട് കൊല്ലം ജില്ലയെ കൊണ്ടുവരിക.
ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി തലസ്ഥാനമാക്കി ഏത് ജില്ലയെ മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നു? ആലപ്പുഴ ജില്ലയെ. ഇന്ത്യയുടെ ബ്ലൂ എക്കോണമി ക്യാപിറ്റലായിട്ട് എന്ത് കൊണ്ടുവരിക? ആലപ്പുഴ ജില്ലയെ കൊണ്ടുവരിക. നല്ലൊരു ചോദ്യമല്ലേ? ഇപ്രാവശ്യത്തെ ബജറ്റിൽ വി.ഡി. സതീശൻ അവതരിപ്പിച്ചിരിക്കുന്ന ബജറ്റിൽ ബ്ലൂ എക്കോണമി ക്യാപിറ്റലായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നത് ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ജില്ല? ആലപ്പുഴ. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, നാം നോക്കിയോ, രാജ്യത്തെ ബ്ലൂ എക്കോണമിയുടെ തലസ്ഥാനമാക്കി ആലപ്പുഴയെ ഉയർത്തുന്നു എന്നുള്ളതാണ്. സമുദ്ര കായൽ വിഭവങ്ങൾ, മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, ചരക്ക് ഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കും. അല്ലെ? അപ്പൊ ബ്ലൂ എക്കണോമി ക്യാപിറ്റലായിട്ട് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നു. അതും ഇന്ത്യയുടെ നമ്മുടെ ഏത് ജില്ലയിലെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. അല്ലെ? സമുദ്ര കായൽ വിഭവങ്ങൾ, അല്ലെ, മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, ചരക്ക് ഗതാഗതം എന്നിവ പ്രോത്സാഹിപ്പിക്കും. അല്ലെ? സൗത്ത് ഇന്ത്യൻ കോറിഡോർ പ്രോജക്റ്റിൽ പറഞ്ഞിരിക്കുന്നതാണ്. നോക്കി വെച്ചോളുക. കഴിഞ്ഞില്ല. കെയർ ഗിവർ പ്രോജക്റ്റ്. കെയർ ചെയ്യണം. ആരെ കെയർ ചെയ്യണം? വയോജനങ്ങളെ കെയർ ചെയ്യുന്ന പദ്ധതിയാണ്. കേരളത്തിലെ വയോജനങ്ങളുടെ ശാസ്ത്രീയ പരിചരണവും തൊഴിൽ പരിശീലനവും ലക്ഷ്യമിട്ട് വയോജന വകുപ്പ് മുഖേനയും കുടുംബശ്രീ വഴിയും കെയർ ഗിവർ പദ്ധതി നടപ്പിലാക്കുന്നു. അല്ലെ? ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വയോജന കമ്മീഷൻ രൂപീകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം. അല്ലെ? വയോജനങ്ങൾക്ക് സംരക്ഷണം വേണം ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ. അല്ലെ? അങ്ങനെ അതിനുവേണ്ടി ഒരു കോഴ്സ് കൊണ്ടുവരും. 6 മാസത്തെ കോഴ്സാണ്. അതിന് സർട്ടിഫിക്കറ്റ് ലഭിക്കും. ആ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നവർക്ക് ഈ കെയർ ഗിവർ പദ്ധതിയുടെ ഭാഗമായിട്ട് മാറാമെന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി വയോജന കമ്മീഷൻ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. നിലവിൽ കേരളത്തിൽ വയോജന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് CP ജോൺ. അല്ലേ? നിലവിൽ വയോജന കമ്മീഷൻ ചോദിക്കുകയാണെങ്കിൽ സോമപ്രസാദാണ്. അല്ലെ? സോമപ്രസാദാണ് വയോജന കമ്മീഷൻ അധ്യക്ഷൻ. സോമപ്രസാദാണ്. അങ്ങനെ കേരളത്തിലെ വയോജനങ്ങളുടെ ശാസ്ത്രീയമായ പരിചരണവും തൊഴിൽ പരിശീലനവും ലക്ഷ്യമിട്ട് വയോജന വകുപ്പ് മുഖേനയും കുടുംബശ്രീ വഴിയും കെയർ ഗീവർ പദ്ധതി നടപ്പിലാക്കും. കെയർ ഗീവർ പദ്ധതി ആർക്കാണ് പ്രയോജനം ചെയ്യുന്നത്? വിദ്യാർത്ഥികൾക്കാണോ, അതോ സ്ത്രീകൾക്കാണോ, ട്രാൻസ്ജെൻഡേഴ്സിനാണോ, വയോജനങ്ങൾക്കാണോ എന്ന് ചോദിക്കാം. യെസ്, വയോജനങ്ങൾക്കാണ്. നോക്കി വെച്ചോളുക. വയോജന വകുപ്പിനാണ്. കഴിഞ്ഞില്ല. ഒരു പേര് മാറ്റൽ ചട്ടം കൂടി നടന്നു. സ്റ്റേറ്റ് അക്കാദമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സ്ഥാപനത്തെ ഏത് പേരിലോട്ട് കൊന്നു? മഹാലനോബിസ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ച് ആൻഡ് അക്കാദമി എന്ന് പുനർനാമകരണം ചെയ്യാൻ നിശ്ചയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ കൈമനം, പാപ്പനങ്കോട് കൈമനം, അല്ലെ, ഇപ്പൊ ഇവിടെ കൈമനത്ത് സ്ഥിതി ചെയ്യുന്ന, അല്ലെ, നമ്മുടെ സ്റ്റേറ്റ് അക്കാദമി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്മിനിസ്ട്രേഷൻ സ്ഥാപനത്തെ ആരുടെ പേരിലാണ്? മഹാലനോബിസ്. പഠിക്കാനല്ലേ PSC മഹാലനോബിസ്? 2ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് PC മഹാലനോബിസ്. അദ്ദേഹത്തിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? ഇത് പുനർനാമകരണം ചെയ്യും എന്നുള്ളതായിരുന്നു. ഒപ്പം മുന്നേ പറഞ്ഞിരുന്നതാണ്, തിരുവനന്തപുരം കോഴിക്കോടും ലൈറ്റ് മെട്രോ അവയുടെ പ്രവർത്തനത്തിനും തുക മാറ്റിവെച്ചിരിക്കുന്നു. അല്ലെ? തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു. കഴിഞ്ഞില്ല. ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. തൃത്താലയിൽ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി. തൃത്താല പാലക്കാടാണ്. മുൻ രാഷ്ട്രപതിയായിരുന്ന മലയാളിയായ KR നാരായണൻ സിവിൽ സർവീസ് അക്കാദമി വരാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ തൃത്താലയിലാണ്. ഹരിപ്പാട് സർക്കാർ മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ സർക്കാർ മെഡിക്കൽ കോളേജും തിരുവനന്തപുരം ജില്ലയിലും സർക്കാർ മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെയും 2ാമത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് വരാൻ പോകുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിൽ. മലപ്പുറത്ത് പുതിയ ക്യാൻസർ സെന്റർ. മലബാറിൽ ഫുട്ബോൾ സ്റ്റേഡിയം. മലപ്പുറത്ത്, അല്ലെ? മലപ്പുറത്ത് ഫുട്ബോൾ സ്റ്റേഡിയം. അല്ലെ? ഫുട്ബോൾ ഏറ്റവും കൂടുതൽ പ്രചാരം നൽകുന്ന ഒരു ജില്ലയും കൂടിയാണ് കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്നത്. അല്ലെ? മലപ്പുറം അങ്ങോട്ട് വടക്കോട്ട് കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം ഉണ്ട്. എന്നിരുന്നാലും, അല്ലെ, അങ്ങനെ മലപ്പുറത്ത് എന്തു ചെയ്യുന്നു? ഫുട്ബോൾ സ്റ്റേഡിയം വരുന്നു. അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയമാണ് വരാൻ പോകുന്നത്. അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം. മലപ്പുറത്ത് അന്താരാഷ്ട്ര ഫുട്ബോൾ സ്റ്റേഡിയം വരുന്നു. കഴിഞ്ഞില്ല. സിനിമയ്ക്ക് വ്യവസായ പദവി നൽകിയിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് വ്യവസായ പദവി നൽകിയിരിക്കുന്നു. സലീംകുമാർ സ്മാരകം കൊച്ചിയിൽ. അല്ലെ? ഈ ഇടയ്ക്ക് അന്തരിച്ച നമ്മുടെ മലയാളത്തിലെ ഹാസ്യ നടനായിരിക്കുന്ന സലീംകുമാർ സ്മാരകം കൊച്ചിയിൽ, എറണാകുളം വരാൻ പോകുന്നു.
കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി. കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി, മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന JC ഡാനിയലിന്റെ പേരിൽ കൊച്ചിയിൽ JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി രൂപീകരിക്കുന്നു. ഒപ്പം താ നോക്കിക്കോ, കോഴിക്കോട് MD വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് സാംസ്കാരിക പാർക്ക് വരുന്നു. MD വാസുദേവൻ നായരുടെ പേരിൽ കോഴിക്കോട് എന്ത് വരുന്നു? സാംസ്കാരിക പാർക്ക് വരുന്നു. ഒന്ന് നോക്കി വെച്ചോളുക. ഇതെല്ലാം സിനിമയ്ക്ക് വ്യവസായ പദവി, സലിം കുമാർ സ്മാരകം വരുന്നു. MD വാസുദേവൻ നായരുടെ സാംസ്കാരിക പാർക്ക് എവിടെയാണ്? കോഴിക്കോടാണ്. JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി വരുന്നത് അത് കൊച്ചിയിലാണ്. ദാ നോക്കിക്കോ. നെട്ടുകാൽ തേരിയിൽ ഒരു പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാമും മാതൃകാ ഡയറി യൂണിറ്റും. നെട്ടുകാൽ തേരി നമ്മൾ മുന്നേയൊക്കെ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. ബ്രഹ്മോസിന്റെ അല്ലെ, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റ് വരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിലെ നെട്ടുകാൽ തേരിയിലാണ്. നെട്ടുകാൽ തേരി ഓപ്പൺ ജയിലുള്ളതും കൂടിയാണ്. സോ അവിടെ പുതിയ സംസ്ഥാന തീറ്റപ്പുൽ ഫാമും മാതൃകാ ഡയറി യൂണിറ്റും കൊണ്ടുവരാൻ പോകുന്നു നെട്ടുകാൽ തേരിയിൽ. തിരുവനന്തപുരം ജില്ലയിലാണ്. ഒപ്പം 2050 കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കും. 2050. 2050 നിങ്ങൾ സർവീസിൽ ഇരിക്കുന്ന സമയമായിരിക്കും. ഇപ്പോൾ 26, 24 വർഷം കൂടിയ അല്ലേ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അല്ലേ, നിങ്ങളുടെ വാഹനങ്ങളെല്ലാം ഇലക്ട്രിക് വാഹനങ്ങളോ ഹൈഡ്രജനിലൊക്കെ യൂസ് ചെയ്യുന്ന വാഹനങ്ങളൊക്കെ ആയിരിക്കും ആ സമയം. അപ്പോൾ 2050 നിങ്ങൾ ഒരു കാര്യം കേൾക്കുന്നുണ്ടായിരിക്കും, കേരളത്തെ പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കും അല്ലെ. 2050 ചിലപ്പോൾ ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് പോകുന്നു. 2050 നവംബർ മാസം 1-ാം തീയതി അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാവട്ടെ. കേരളത്തെ പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇപ്പം നവംബർ 1-ന് പ്രഖ്യാപിക്കുന്നല്ലോ പറഞ്ഞ് അങ്ങനെ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പക്ഷേ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത് 2050 കേരളത്തെ പൂർണ്ണമായിട്ടും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നു. ഇതാ നോക്കിക്കോ. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികൾക്കായിട്ട് മ്യൂസിയം കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ കലാസൃഷ്ടികൾക്കായിട്ട് ഒരു മ്യൂസിയം കൊണ്ടുവരുന്നു. തിരുവനന്തപുരത്തെ പട്ടം അല്ലെ, പട്ടം അറിഞ്ഞുകൂടാത്ത PSC ഉദ്യോഗാർത്ഥികൾ ഉണ്ടല്ലേ. പട്ടത്താണ് നമ്മുടെ BSc ഓഫീസ് അല്ലേ. പട്ടത്ത് R. ശങ്കറിന്റെ സ്മാരക മന്ദിരം. R. ശങ്കർ, മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന R. ശങ്കറിന്റെ സ്മാരക മന്ദിരം വരാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പട്ടത്താണ്. ഒപ്പം ബഡ്ജറ്റിൽ പരാമർശിച്ച കേരളത്തിലെ ഒരു മലയാള നമ്മുടെ പ്രധാന കവിയാണ് ഉള്ളൂർ S. പരമേശ്വര അയ്യർ അല്ലേ. ബഡ്ജറ്റിൽ പരാമർശിച്ചു ഉള്ളൂർ S. പരമേശ്വര അയ്യരുടെ 150ാമത് വാർഷികത്തോടനുബന്ധിച്ച് ധനസഹായം എന്ത് ചെയ്യുന്നു? ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. കേരള ബജറ്റിൽ മഹാകവി ഉള്ളൂരിന്റെ 50ാമത് ജന്മദിനാഘോഷങ്ങൾക്കായി പ്രത്യേക ധനസഹായം പ്രഖ്യാപിച്ചു. നോക്കി വെച്ചോളുക. അദ്ദേഹത്തിന്റെ 150ാമത് ജന്മവാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ എന്തോ നോക്കി വെച്ചോളുക. ഉള്ളൂരിനെ കുറിച്ചൊക്കെ PSCയുടെ ചോദ്യങ്ങൾ വരാവുന്നതാണ്. ദാ നോക്കിക്കോ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഡൽഹിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും അല്ലേ. എവിടെ? ഡൽഹിയിലാണ്. കേരള നവോത്ഥാനത്തിൽ ഏറ്റവും മഹത്തായ ഒരു വ്യക്തിയും കൂടിയാണ് ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിന്റെ പ്രതിമയും സാംസ്കാരിക കേന്ദ്രവും നമ്മൾ എവിടെ സ്ഥാപിക്കും? ഡൽഹിയിൽ സ്ഥാപിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ ക്ഷേത്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് തിരുപ്പതി മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ശബരിമല, ഗുരുവായൂർ, കൊട്ടിയൂർ, തിരുവല്ലം എന്നീ 4 ക്ഷേത്രങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വർദ്ധിപ്പിച്ച് തിരുപ്പതി മാതൃകയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള ദേശീയ തീർത്ഥാടന കേന്ദ്രങ്ങളാക്കി മാറ്റുമെന്ന് ഈ ബഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നു? പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം, സർക്കാർ വന്നുകൊണ്ട് നടപ്പിലാക്കിയ ഒരു പദ്ധതിയും കൂടിയാണ് പ്രിയദർശിനി പദ്ധതി എന്നുള്ളത് അല്ലെ. പ്രിയദർശിനി അല്ലെ, സ്ത്രീകൾക്ക് എന്ത് ചെയ്യുന്നു? സൗജന്യ KSRTC യാത്രയും കൂടി അതിൽ നടപ്പാക്കിയിരിക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. പദ്ധതിയിൽ പരാമർശിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ ബഡ്ജറ്റിലും പരാമർശിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒക്കെയാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബഡ്ജറ്റ് പക്ഷെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലിക്കായി കിട്ടൂ. അപ്പോൾ ഇതിന്റെ ബഡ്ജറ്റിന്റെ നോട്ടും കാര്യങ്ങളെല്ലാം ടെലിഗ്രാം ചാനലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും
മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.